ശ്രീ ടി ജയപ്രകാശിലേക്ക്. ശ്രീ ജയപ്രകാശ്, 41 നാളുകൾ കഴിഞ്ഞിരിക്കുന്നു. ഒരിക്കലും ഈ കണ്ണീർ തോറില്ലെന്നറിയാം. ഇതുപോലെ നീതിക്കായി ഒരു കുടുംബത്തിന് തെരുവിലേക്കിറങ്ങേണ്ട അവസ്ഥ സംജാതമായിരിക്കുകയാണ്. CBI അന്വേഷണം പ്രഖ്യാപിച്ചു എന്ന് കേട്ടപ്പോൾ ഒരല്പം ആശ്വാസം തോന്നിക്കാണും, കുറ്റവാളികൾ നിയമത്തിന് മുന്നിൽ വരുമെന്ന്. ആ പ്രതീക്ഷ പൂർണ്ണമായും നഷ്ടമായോ? പൂർണ്ണമായും നഷ്ടമായി എന്നിപ്പോൾ പറയാൻ പറ്റില്ല. ഇപ്പോൾ ചെറിയ പ്രതീക്ഷ ഉണ്ട് എന്ന് പറയാം. പക്ഷേ എന്തിന് അട്ടിമറിച്ചു, അതാണ് ഞാൻ ചോദിക്കുന്നത്. എല്ലാവരും ഇതിന്റെ ഈ വാർത്തയോട്, അല്ലെങ്കിൽ ഈ ഒരു നടക്കുന്ന കൊലപാതകത്തിൽ എല്ലാ മേഖലയിൽ നിന്നുള്ള ആൾക്കാരും, രാഷ്ട്രീയ ഭേദമന്യേ അല്ലെങ്കിൽ മത സംഘടന ഭേദമന്യേ, അല്ലെങ്കിൽ എന്താ പറയാ, ചാനലോ അല്ലെങ്കിൽ പത്രമോ, എല്ലാവരും, പ്രത്യേകിച്ച് കേരളത്തിലെ അച്ഛനമ്മമാർ, അവരെല്ലാവരും അതിശക്തമായി പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നോടൊപ്പം പ്രതിഷേധിക്കുന്ന സമയത്തായിരുന്നു ഞാൻ CBI അന്വേഷണമായിട്ട് മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയത്. അദ്ദേഹം അത് ഉടനെ അങ്ങ് സമ്മതിച്ചു. എനിക്കറിയില്ലായിരുന്നു ആ സമ്മതിച്ചത് എന്നെ കൊടുക്കാനുള്ള ട്രാപ്പായിരുന്നു എന്ന്. ഞാനും ഓക്കെ, സമാധാനമായി, എങ്ങനെയായാലും CBI അന്വേഷണം കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് മുക്കാൽ മണിക്കൂറിനകത്ത് തന്നെ CBI അന്വേഷണം അങ്ങ് പ്രഖ്യാപിച്ചു. അപ്പോഴെല്ലാവരും പറഞ്ഞു, പ്രത്യേകിച്ച് പെട്ടെന്ന് CBI അന്വേഷണം വന്നപ്പോൾ നിങ്ങൾക്ക് അധികം വേർക്കേണ്ടി വന്നില്ല, CBI അന്വേഷണം വന്നല്ലോ എന്ന്. പക്ഷെ ആ സമയത്ത് എനിക്കറിയില്ലായിരുന്നു എല്ലാവരും അടപ്പിക്കാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ ചെയ്തതാണെന്ന്. അത് ചെയ്തു, അവരതിൽ വിജയിക്കുകയും ചെയ്തു. വളരെ വിദഗ്ധമായി അവർ വിജയിച്ചു. ഞാൻ വളരെ മണ്ടനായിട്ട് ആ സമയത്ത് പോവുകയും ചെയ്തു. 10-20 ദിവസം എന്നായിട്ട് അവിടെ പോയി അന്വേഷിക്കും, ഇവിടെ പോയി അന്വേഷിക്കും. ഞാൻ തിരക്കുമ്പോഴെല്ലാം എന്തായി CBI അന്വേഷണം, എനിക്കറിയില്ല എവിടെ പോയി തിരക്കണമെന്ന്. ഞാനൊരു സാധാരണക്കാരനാണ്, ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പൈസ കൊണ്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള കോണ്ടാക്റ്റുള്ള ആളൊന്നുമല്ല, ഒരു സാധാരണക്കാരനാണ്. അവിടെ ഞാൻ തിരക്കുമ്പോൾ CBI അന്വേഷണം എന്തായി, അറിയാവുന്നിടത്തല്ലേ തിരക്കാൻ പറ്റുള്ളൂ. തിരക്കുമ്പോൾ അവിടെ പോയി തിരക്കും, ഹോം ഡിപ്പാർട്ട്മെന്റിൽ തിരക്കും, അന്നൊക്കെ ഓരോ മറുപടി കിട്ടുന്നത്. ഏറ്റവും അവസാനം ഈ 33 സസ്പെൻഡ് ചെയ്തവരെ തിരിച്ചെടുത്തു. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ബഹളമാക്കി, എന്തിനാ തിരിച്ചെടുത്തത്, ഇത് ഏത് വകുപ്പില, അല്ലെങ്കിൽ അന്വേഷണം എന്തുവരായി എന്നറിഞ്ഞപ്പോഴേ അറിഞ്ഞത് ഇതിനകത്ത് ഭയങ്കര കളികൾ നടക്കുന്നു. ഉടനെ തന്നെ അടുത്ത് വീണ്ടും ഒരു തട്ടിക്കൂട്ടുണ്ടാക്കി. CBI അന്വേഷണം എന്തുകൊണ്ട് നടക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോഴേ അവർ പറയുന്നത് ട്രാൻസ്ലേഷൻ ചെയ്യാൻ കൊടുത്തിരിക്കുന്നു, അടുത്ത് വേറെ എന്തോ കാര്യം കൊടുത്തിരിക്കുന്നു, പിന്നെ പ്രൊഫോമ എന്ന് പറഞ്ഞാൽ ഞാൻ അത് അപ്പോഴാണ് കേൾക്കുന്നത്, ഇങ്ങനെ ഒരു റിപ്പോർട്ടൊക്കെ ഉണ്ടെന്ന്. ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കൊടുത്തിരിക്കുന്നു. 15 ദിവസം വരെ എന്നോട് പറയുന്നു ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കൊടുത്തിരിക്കുന്നു. അത് കഴിഞ്ഞാൽ കിട്ടും, അത് കഴിഞ്ഞാൽ വരും. എനിക്കറിയില്ല. അവസാനം അതിനെ അട്ടിമറിച്ചു. പോലീസ് അന്വേഷണത്തിന് നടന്നുകൊണ്ടിരിക്കുന്ന അതിനെ പകുതി വെച്ച് അതിനെ അട്ടിമറിച്ചു. കേരള സർക്കാർ അതിനെ അട്ടിമറിച്ചു. ഈ CBI കേരള സർക്കാർ തന്നെയാണ് അതിന്റെ ആഭ്യന്തര മന്ത്രിയാവോ അതിന്റെ വകുപ്പോ, ആഭ്യന്തര വകുപ്പല്ലേ അതിന്റെ ഉത്തരവാദി. അപ്പൊ ഈ അട്ടിമറിച്ചതിന്റെ അവസാനം രണ്ടാമത് CBI അന്വേഷണം തരാമെന്ന് പറഞ്ഞിട്ട്, അത് അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ട് അതിനെ അട്ടിമറിച്ചു. നല്ല അതിവിദഗ്ധമായിട്ട് ഈ 10-15 ദിവസത്തിനകത്തെ ഈ തെളിവ് നശിപ്പിക്കാനായിട്ടുള്ള അതിന്റെ ടൈം അവർക്ക് കൊടുത്തു. തെളിവ് അവർക്ക് ഫോറൻസിക് വേണം, സയന്റിഫിക് തെളിവ് വേണം, അതിനുള്ള ബാക്കിയുള്ള ഡിജിറ്റൽ തെളിവ്, ഈവൻ ഡിജിറ്റൽ തെളിവ് 10-200 കുട്ടികളുണ്ട്. അവരെല്ലാവരെയും കണ്ടുപിടിച്ച് തെളിവ് നശിപ്പിക്കണം. അതിനുള്ള സമയമാണ് ഇവര് എന്നെ ഈ 10-20 ദിവസം കൊണ്ട് നടത്തിച്ചത്. അതും പോയി. ഏറ്റവും അവസാനം കാണിച്ചത് എന്താ, CBI റിപ്പോർട്ട് കൊടുക്കേണ്ടത് ഡൽഹിക്ക് അയക്കേണ്ട റിപ്പോർട്ട് ഇവിടെ അയച്ചു, കൊച്ചിക്ക് അയച്ചു. ഇതെന്താ നമ്മൾ വിചാരിക്കുന്നത്, മാർക്കറ്റിൽ പോയി സാധനം വാങ്ങുന്നതാണോ ശരിക്കും പറഞ്ഞാല്? അത് ആ രീതിയിൽ എല്ലാവരും പഠിച്ചുകൊണ്ടിരുന്നിട്ട് അവസാനം പറയുന്ന അവിടെ അയച്ചു, അവർ ജീവനക്കാർക്കുണ്ടായ തെറ്റാണ്, അവരാണ് ഇതിൽ തെറ്റുപറ്റിയത്, അവരെ 3 പേരെ അങ്ങ് സസ്പെൻഡ് ചെയ്തു. അവരെ 3 പേരെ സസ്പെൻഡ് ചെയ്യാനല്ലല്ലോ ഞാൻ ഈ ഓടി നടന്നത്. എന്റെ മകൻ നീതി കിട്ടാൻ വേണ്ടിയിട്ടാ. അവരവസാനം പൊതുജനങ്ങൾക്ക്, എന്നെയും കേരളത്തിലെ ആൾക്കാരെയും സസ്പെൻഡ് ചെയ്ത്, ആൾക്കാരെ ഒന്നും ബോധ്യപ്പെടുത്താനായിട്ട് 3 പേരെ സസ്പെൻഡ് ചെയ്തിട്ട് ആഭ്യന്തര ഉണർന്ന് പ്രവർത്തിക്കുകയാണ്. ആഭ്യന്തര ഒരു കുഴപ്പമില്ല എന്ന് കറിയിക്കാൻ വേണ്ടിയിട്ട് കാണിച്ച ഒരു പൊറാട്ട നാടകം അത് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ മറ്റൊരു പ്രധാന വിഷയം, 60 ദിവസത്തിനകം ചാർജ് ഷീറ്റ് നൽകിയില്ലെങ്കിൽ, അല്ലെങ്കിൽ 90 ദിവസം കഴിയുമ്പോഴൊക്കെ ചാർജ് ഷീറ്റ് അവിടെ കൃത്യമായി ആയില്ലെങ്കിൽ സ്വാഭാവികമായും പ്രതികൾക്ക് ജാമ്യാപേക്ഷയ്ക്കുള്ള അതൊരു അഡീഷണൽ പ്ലസ് പോയിന്റ് കൂടിയാകും. അങ്ങനെ ഈ പ്രതികൾക്ക് സുഖമായി ഇറങ്ങി നടക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം സംജാതമാകുമെന്ന ഭയം കൂടി വലിയ തോതിൽ കേരളത്തിനുണ്ട്, അല്ലേ?
ഉറപ്പായിട്ടും ആ കേരളത്തിൽ അങ്ങനെ അതിനു വേണ്ടിയാണ് ഇവർ ഇങ്ങനെ ഈ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ 10 ദിവസം അങ്ങനെ നടത്തിച്ചു. പിന്നെ ഇവർ ഇപ്പൊ കുറച്ചുപേരെ സസ്പെൻഡ് ചെയ്ത് 3 സസ്പെൻഡ് ചെയ്തുമ്പോൾ അങ്ങനെ കുറച്ച് ഞാൻ സമാധാനമായിട്ടിരിക്കും. അങ്ങനെ ഒരു 10 ദിവസം പോകും. ഏറ്റവും ലാസ്റ്റ് അവർക്ക് ഈ ചാർജ് ഷീറ്റ് കൊടുക്കാത്ത ആ ഒരു ദിവസം വരെയും ശ്രദ്ധ മാറ്റിക്കൊണ്ടിരിക്കുന്നു ആഭ്യന്തര വകുപ്പ് അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുണ്ടാവാതിരിക്കാനായിട്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ തെരുവിലോട്ട് ഇറങ്ങേണ്ടി വരുന്നു. കാരണം ഇപ്പം കേരള സംസ്ഥാനത്ത് മാത്രമേ ഉള്ളൂ ഒരു നീതി കിട്ടാൻ വേണ്ടി തെരുവിലോട്ട് ഇറങ്ങുന്നത്. ബാക്കിയുള്ള ഇന്ത്യയുടെ ഏത് സംസ്ഥാനം എടുത്തു കഴിഞ്ഞാൽ തെരുവിലോട്ട് ഇറങ്ങേണ്ട കാര്യമില്ല. അവർക്ക് വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ വന്ന് കംപ്ലൈന്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് വീട്ടിൽ തന്നെ വിവരം പറയും. അങ്ങനെയുള്ള സംവിധാനമാണ് ബാക്കിയുള്ള, പ്രത്യേകിച്ച് വടക്കേന്ത്യയിൽ നോക്കിയോ വീട്ടിൽ തന്നെ നമുക്ക് വിവരം കിട്ടും. കേരള സംസ്ഥാനത്തിന് ഈ ഇവർക്ക് വിവരം കൂടിപ്പോയണ്ട, സാക്ഷരത കൂടി ഇവിടെ മാത്രമാണ് ഈ നീതിക്ക് വേണ്ടിയിട്ട് തെരുവിൽ ഇറങ്ങേണ്ടത്. പ്രത്യേകിച്ച് ഈ കക്ഷിയിലുള്ള അംഗങ്ങൾ അല്ല, അവരെ ആൾക്കാര്, അവരെ വിദ്യാർത്ഥി സംഘടനകളോ അവരെ പോഷക സംഘടനകളോ ചെയ്യുന്ന കൊലപാതകമോ കുറ്റോ അതിനുവേണ്ടി നീതി കിട്ടണമെങ്കിൽ തെരുവിലോട്ട് ഇറങ്ങേണ്ട സ്ഥിതിയാണ്. അവർക്ക് മറ്റു സംസ്ഥാനങ്ങളിലെ കാര്യങ്ങൾക്ക് ഇവിടുന്ന് അവിടെ ചെന്ന് സമരം നടത്താൻ ഒക്കെ ധൈര്യം കാണിക്കുന്ന നമ്മുടെ നേതാക്കൾ നമ്മുടെ സംസ്ഥാനത്തെ ഈ കൊടിയ മൃഗീയത കാണുന്നില്ല. പെരിയ ഇരട്ടക്കൊലക്കേസും ഷുഹൈബ് വധവും TP കേസും അരിൽ ഷുക്കൂർ കേസും ഒക്കെ CBI അന്വേഷിക്കാതിരിക്കാൻ കാണിച്ച ആ വ്യഗ്രത നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിനുശേഷം ഇത് അന്വേഷിക്കാം എന്ന് പറഞ്ഞപ്പോഴും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അതും അട്ടിമറിക്കാനുള്ള നീക്കമാണ് പിന്നണിയിൽ നടക്കുന്നത്. അങ്ങനെ ഒരു പൂർണ്ണമായ ഒരു ഉറപ്പിലേക്ക് എങ്ങനെ എത്തിച്ചേർന്നു ശ്രീ ജയപ്രകാശ്? ഉറപ്പാണല്ലോ. അത് തന്നെ ആദ്യത്തെ 10 ദിവസം ആദ്യം ഒരു 9-ാം തീയതി ഞാൻ പോകുന്നു, ഒരു ഉറപ്പ് തന്നു, ഇപ്പൊ തന്നെ CBI അന്വേഷിക്കാം. അതും കേട്ട് ഞാനൊരു 10 ദിവസം അടങ്ങിയിരുന്നു. ഞാനല്ല, കേരളം മൊത്തം അടങ്ങിയിരുന്നു. ഇത് ഒരു പ്രക്ഷോഭവും ഇല്ല. അവരുടെ ഇലക്ഷൻ തന്ത്രമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് മനസ്സിലായില്ല. അത് വേറെ കാര്യം, അതെനിക്കറിയേണ്ട കാര്യമില്ല. അവിടെ ഇലക്ഷൻ ഇതുവരെ ഞാൻ അത് കൂട്ടിക്കുറയ്ക്കുന്നില്ല. അതിനുശേഷമുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ ഈ കൊച്ചിക്ക് അയക്കേണ്ട സാധനം ഡൽഹിക്ക് അയക്കേണ്ട സാധനം കൊച്ചിക്ക് അയച്ചു, അവിടെ അയക്കേണ്ട സാധനം ഇവിടെ അയച്ചു എന്നൊക്കെ പറയുന്നത് ഇത് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമല്ലല്ലോ. നമ്മൾ മാർക്കറ്റിൽ, അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ മാർക്കറ്റിൽ പോയൊരു സാധനം അവിടെ നിന്ന് വാങ്ങിയിട്ട് മാറിപ്പോയൊരു സാധനം അങ്ങനെയല്ലല്ലോ. ഇത് വളരെ ഉത്തരവാദിത്തപ്പെട്ട് ചെയ്യേണ്ട ഒരു കാര്യം. ഇത് തെറ്റിപ്പോയി എന്ന് പറയുന്നത് ആരായി അവർ പറഞ്ഞ് പറ്റിക്കുന്നത്? തെറ്റിപ്പോയി, അവിടെ അയക്കേണ്ട സാധനം ഇവിടെ അയച്ചു എന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ 16-ാം തീയതി അയച്ച സാധനം 16-ാം തീയതി അയച്ചിട്ടുണ്ട്. ഞാൻ പോയി തിരക്കുമ്പോൾ CBIക്ക് അയച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ ഒരു സാധാരണക്കാരനാണ്. CBIക്ക് അയച്ചിട്ടുണ്ട്. അത് ഞാനും വിചാരിച്ചു CBIക്ക് അയച്ചിട്ടുണ്ട്. അത് അയച്ചത് അവിടെ മനഃപൂർവ്വം തന്നെയാണ് ആഭ്യന്തര ഡിപ്പാർട്ട്മെന്റ് അവർ മാറി CBIക്കോട്ട് ഇത് കൊച്ചിയിലോട്ട് അയച്ചത്. ആ പ്രൊസീജിയർ ഒന്നും നോക്കാതെ പ്രൊഫോമേ റിപ്പോർട്ടോ അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാതെ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് അട്ടിമറിക്കാൻ വേണ്ടി തന്നെയാണ് കൊടുത്തത്. അത്രയും ദിവസം അവർക്ക് ഗ്യാപ്പ് കിട്ടും. ഈ ഗ്യാപ്പ് വീണ്ടും കിട്ടും. അപ്പോഴാണ് നമ്മൾ പോകുമ്പോഴത്തേക്കും അയ്യോ മാറിപ്പോയി, ഇതങ്ങ് മാറിപ്പോയി, നമ്മൾ അവിടെയാണ് അയക്കേണ്ടത്, ഉടനെ അയക്കാമേ എന്ന് പറയും. ഇത്ര ലാഘവത്തോടെയാണ് പറയുന്നത്. അപ്പൊ ഇതിന് ഉത്തരവാദി എന്ന് പറഞ്ഞാൽ ഈ അവസാനമുള്ള ഈ 3 ഉദ്യോഗസ്ഥർ മാത്രമാണ്. ഈ ഉദ്യോഗസ്ഥർ 3 പേര് എന്തിനാണ് ഇവർ ഈ ആൾക്കാരെ കണ്ടിൽ പിടികിടാൻ പറയുന്നത്? തലപ്പത്ത് നിന്ന് തുടങ്ങണം, ആഭ്യന്തര സെക്രട്ടറി മുതൽ തുടങ്ങണം. അവരാണല്ലോ തിരക്കേണ്ടത്. ഇത് ഈ പേപ്പർ വന്നിട്ടുണ്ടോ, എന്തായി ഏതായെന്ന് അത് തിരക്കേണ്ട ജോലി ആർക്കാണ്? ആഭ്യന്തര മന്ത്രിക്കും ഉണ്ടല്ലോ തിരക്കേണ്ടത്. ഉത്തരവാദിത്വമില്ലേ? ഒടുവിൽ ഒരു സ്പെഷ്യൽ സെൽ DYSPയെ ഡൽഹിയിലേക്ക് നേരിട്ട് അയച്ചു എന്ന് സർക്കാർ വെളിപ്പെടുത്തുന്നു. പക്ഷെ അതുകൊണ്ട് ഇനിയും ഇത്തരം വീഴ്ചകൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന സൂചന തന്നെയാണ് നമ്മൾ കരുതിയിരിക്കേണ്ടത്, അല്ലേ ശ്രീ ജയപ്രകാശ്? തീർച്ചയായും. കാരണം 17 ദിവസമായിട്ട് നടക്കാത്ത കാര്യം അവർ നടത്തിയത് 2 മണിക്കൂർ കൊണ്ടാണ്. ഞാനിപ്പോഴത്തെ ഈ കരയുന്ന കുട്ടികൾക്ക് പാലുണ്ടെന്ന് പറയണ മാതിരി അവിടെ ചെന്ന് ഒരു ദിവസം എനിക്ക് കാണേണ്ടവരെയൊക്കെ ഞാൻ കണ്ടു. എനിക്ക് ആരൊക്കെ കാണാൻ പറ്റും, ആരോടൊക്കെ സഹായം ചോദിക്കാൻ പറ്റും, അവരെ എല്ലാം കണ്ടിട്ട് ഒരു 2 മണിക്കൂറിനകം അവർക്ക് കിട്ടേണ്ട റിപ്പോർട്ടുകളെല്ലാം പെട്ടെന്ന് കിട്ടി. 17 ദിവസമായിട്ട് കിട്ടാത്ത സാധനം. അപ്പോഴവർക്ക് തെറ്റിപ്പോയിട്ടില്ല, കൊച്ചിയിൽ പോകേണ്ട സാധനങ്ങൾ ഒന്നും തെറ്റിപ്പോയിട്ടില്ല, പ്രൊഫൈമോ പെട്ടെന്ന് കിട്ടി, ട്രാൻസ്ലേഷൻ പെട്ടെന്ന് കിട്ടി, സ്പെഷ്യൽ DYSP ഡൽഹിക്കായിട്ട് അയക്കാൻ പറ്റി. അതിനൊക്കെ അവർക്ക് കാശുണ്ട് അയക്കാനായിട്ട്, അതിനൊക്കെ ടിക്കറ്റ് എടുക്കാനും കാശുണ്ട്, ഇത് എല്ലാത്തിനും അവർക്ക് കാശുണ്ട് പെട്ടെന്ന് വിടാനായിട്ട്. 3 സസ്പെൻഡ് ചെയ്തു. അത് അപ്പോഴും നടന്നു. അവർ വിചാരിച്ച് ഞാൻ വീണ്ടും അടങ്ങിയിരിക്കുമെന്ന്. ഇനി അട്ടിമറിച്ചുകൊണ്ടിരിക്കും അവർ. അട്ടിമറിക്കുമെന്ന് പറഞ്ഞാൽ ഏതൊരു കാരണവശാലും അവർക്ക് ഇതിന്റെ സത്യം പുറത്തു കൊണ്ടുവരരുത്. അത് അവരുടെ ഒരു അജണ്ടയാണ്. പുറത്തു കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ സർക്കാരിന്റെ പ്രതിച്ഛായ തന്നെ പോകും, അത് ഉറപ്പാ. അതുകൊണ്ട് ഏത് രീതിയിലും അവർ ഇതിനെ അട്ടിമറിക്കും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ. ഞാനും അതിന്റെ കൂടെ ഫൈറ്റ് ചെയ്യും. അവർ അട്ടിമറിക്കണമെങ്കിൽ അവർ അട്ടിമറിച്ചോട്ടെ, ഞാനും കൂടെ നിൽക്കും.
മാത്രമല്ല, ഈ പറയുമ്പോൾ ഇവരെ പേടിച്ചാൽ എന്തിനാ ജീവിക്കുന്നത്? ശ്രീ ജയപ്രകാശ് ഉന്നയിച്ച മറ്റൊരു വിഷയം, ഇന്ന് SFIയിൽ ഉന്നത നേതാക്കളെ വരെ പ്രതി ചേർക്കണം എന്ന് ശ്രീ ജയപ്രകാശ് ആവശ്യപ്പെട്ടു. അത് എന്താണ് അങ്ങനെ ഒരു ചിന്താഗതിയിലേക്ക് വരാൻ കാരണം? 8 മാസത്തോളം മകൻ നിരന്തര പീഡനത്തിന് ഇരയായിരുന്നു എന്ന് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണോ? അതെ, അത് തന്നെയാണ് മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ 8 മാസത്തോളം രാവിലെയും വൈകുന്നേരവും ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ടാണ്. ഈ ഒരു വിവരം മാത്രമാണ് എനിക്ക് കിട്ടാതെ പോയത്. ബാക്കി ഇതുവരെയുള്ള കാര്യങ്ങൾ, ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം മാത്രം തന്നെയാണ് ആന്റി റാഗിംഗ് സ്ക്വാഡോ അല്ലെങ്കിൽ പോലീസോ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഞാൻ എന്തു പറഞ്ഞിട്ടുണ്ട്, സംശയമുണ്ടെങ്കിൽ ആദ്യത്തെ മൊഴി നോക്കിയാലും മതി. 25-ാം തീയതി കൽപ്പറ്റ DYSP എടുത്ത മൊഴി നോക്കിയാൽ മതി. ഞാൻ എന്തോ പറഞ്ഞിട്ടുള്ളത് അത് തന്നെ നടന്നിട്ടുള്ളത്. പക്ഷെ ഈ ഒരു കാര്യം ഞാൻ അറിയാത്തത്, 8 മാസത്തോളം രാവിലെയും വൈകുന്നേരവും ആ യൂണിയൻ സെക്രട്ടറി, യൂണിയൻ പ്രസിഡന്റോ ചെയർമാൻ അരുൺ എന്ന് പറയേണ്ട ആ ചെകുത്താന്റെ റൂമിൽ പോയിട്ട് ഇവൻ സൈൻ ചെയ്യണമെന്ന്. അത് എപ്പോഴാണ്? രാവിലെയും വൈകുന്നേരം സൈൻ ചെയ്യുമ്പോഴേ അവൻ വിവസ്ത്രമായി നിൽക്കണം, വസ്ത്രമില്ലാതെ നിൽക്കണം, നിന്നിട്ട് വേണം സൈൻ ചെയ്യാൻ. ചിലപ്പോൾ മുട്ടിൽ നിൽക്കണം, മുട്ടിലാണ് നിൽക്കേണ്ടത്. ഈ രാവിലെയും വൈകുന്നേരം 8 മാസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ ഈ മുതിർന്ന നേതാവ് അവിടെ എല്ലാ മാസവും അവിടെ പല പ്രാവശ്യം വന്നു പോകുന്നുണ്ടെന്ന് എന്റെ മകൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ ചേട്ടൻ അവിടെ വരുന്നുണ്ട്, വന്നിട്ട് പോയിട്ടുണ്ട്. പക്ഷെ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ആ യൂണിയൻ പ്രസിഡന്റായ ഇടിമുറിയിൽ, അവരെ കോടതി മുറിയിലാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ അവന്റെ ആ ചെയർമാന്റെ മുറിയിൽ താമസിക്കും, അല്ലെങ്കിൽ ആ യൂണിയൻ പ്രസിഡന്റായിട്ടുള്ള അവരെ കോടതി മുറിയിൽ താമസിക്കും എന്നുള്ള അവർ പറയും. പക്ഷെ ആ മുറിയിലാണെന്നു ഈ കൊടിയ പീഡനവും ഈ 8 മാസം വരെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ചേട്ടൻ അവിടെ വന്നു പോയിട്ടുണ്ടല്ലോ, ഈ 8 മാസവും വന്നു പോയിട്ടില്ല. എന്റെ മകൻ എന്നോട് പറഞ്ഞിട്ടുള്ളതാ. ഇപ്പൊ എന്റെ മകൻ ഇപ്പൊ കൂടെ ഇല്ല, അതുകൊണ്ട് ഞാൻ പറയുന്നത് കള്ളമാണെന്ന് പറയും. എന്ത് വേണോ പറയാമല്ലോ, മകൻ എന്ത് വേണോ പറഞ്ഞെന്ന് പറയാമല്ലോ. വേണ്ട, നിങ്ങളൊരു കാര്യം ചെയ്യ്, 8 മാസങ്ങൾ ഈ ചേട്ടൻ അവിടെ വന്നിട്ടുള്ളത് അതിന് സൈബർ സെല്ലിൽ അന്വേഷിച്ചിട്ട് അവരാ ഫോൺ ലൊക്കേഷൻ നോക്കിയാൽ മതി. ഈ 8 മാസത്തിൽ എത്ര ദിവസം അവിടെ വന്നിട്ടുണ്ട്, ഏതൊക്കെ ദിവസം അവിടെ ഉണ്ട്, ഈ ഏരിയയിലുണ്ടെന്നുള്ളത് അത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. പിന്നെ ഈ ചേട്ടൻ മാത്രമല്ല, മുതിർന്ന ചേച്ചിയും കാണുമായിരിക്കും അവിടെ. അത് എന്നോട് പറഞ്ഞിട്ടില്ല, പരിശോധിച്ചാൽ അറിയാം. കാര്യം അവരൊക്കെ അവിടെ വിസിറ്റ് ചെയ്യുന്നതാണ്. ഇവരെല്ലാവരും കൂടെ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത കാര്യമായതല്ല. അവർക്ക് ഉറപ്പായിട്ടറിയാം ഈ എന്റെ മകൻ ഈ പീഡനം നടക്കുന്ന കാര്യം അവർ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത്. അല്ലാതെ 8 മാസത്തിലൊരിക്കൽ പോയി ചെയ്യണമല്ല, ആഴ്ചയിലൊരിക്കൽ പോയി ചെയ്യണതുമല്ല, ദിവസത്തിൽ 1 പ്രാവശ്യം പോയി സൈൻ ചെയ്യണതുമല്ല, ദിവസത്തിൽ 2 പ്രാവശ്യം. ആലോചിക്കണം, ദിവസത്തിൽ 2 പ്രാവശ്യം. കോളേജ് തുടങ്ങുന്നതിന് മുമ്പ് പോയി കുമ്പിട്ടിട്ട് സൈൻ ചെയ്യണം. അവന്റെ അനുവാദം കിട്ടിയിട്ട് വേണം പുറത്തു പോകാനായിട്ട്. വൈകുന്നേരം ഇത്രയും ക്ലാസ് കഴിഞ്ഞ് ചിലപ്പോൾ വളരെ വിശന്ന് നിൽക്കുമ്പോഴായിരിക്കും പോകാൻ പറ്റില്ല. ഈ യൂണിയന്റെ ഈ ചെകുത്താന്റെ റൂമിൽ പോയിട്ട് പ്രസിഡന്റായ ചെയർമാനായ അരുൺ എന്ന് പറയുന്ന ഈ ചെകുത്താന്റെ റൂമിൽ പോയിട്ട് സൈൻ ചെയ്തിട്ടേ പോകാൻ പറ്റുള്ളൂ. ആ സമയത്ത് ഈ ചേട്ടന്മാരെല്ലാവരും ഈ 8 മാസമായിട്ട് പല ദിവസങ്ങളിലും രാവിലെയും രാത്രിയും 2-3 ദിവസം അവിടെ ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് അവരെവിടെ ഉണ്ടെന്ന് എന്റെ മകൻ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. അതെ, അവരുടെ പൂർണ്ണ പിന്തുണയോടുകൂടി ആയിരിക്കണം ഇത്തരം കാര്യങ്ങൾ നടന്നത് തന്നെ ആയിരിക്കണം. മാത്രവുമല്ല, ഇത്തരം കാര്യങ്ങളിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കേണ്ട ഉത്തരവാദിത്വം കൂടി നേതാക്കൾക്കുണ്ട്. വിശ്വസിക്കുന്നാലോ അതൊരിക്കലും ചെയ്യില്ലല്ലോ. അങ്ങനെ പിന്തിരിപ്പിക്കേണ്ട ഒരു ഉദ്ദേശമല്ലല്ലോ അവിടെ. ഇവരെ എന്റെ മകനെ എങ്ങനെയെങ്കിലും ഒതുക്കണം, അത് നേതാവ് ഉൾപ്പെടെ എടുത്ത തീരുമാനങ്ങളാണ്. അല്ലെങ്കിൽ ഇവനെ അവിടെ വളർത്താൻ വിട്ടുകഴിഞ്ഞാൽ ഇവർക്ക് ചിലപ്പോൾ അതൊരു വലിയ വേറൊരു ദോഷമായിട്ട് അങ്ങ് പോകും. അതിന്റെ കാരണമെന്ന് പറഞ്ഞാൽ എല്ലാവരും ഫസ്റ്റ് ഇയറിൽ തന്നെ സിദ്ധാർത്ഥൻ എന്ത് പറയുന്നു അത് മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ള ഒരു 50% കുട്ടികളും ആ ഒരു രീതിയിലോട്ട് വന്നു. ചിലപ്പോൾ 2 വർഷവും കൂടെ അവരെ വളർത്തി അങ്ങോട്ട് ഇങ്ങനെ വിട്ടുകഴിഞ്ഞാൽ അവിടെ സംഘടനയാവും ഉണ്ടാക്കില്ല, പാർട്ടിയില്ല. പക്ഷെ സിദ്ധാർത്ഥം പറയുന്നത് മാത്രമേ കേൾക്കൂ എന്നുള്ള ഒരു സിറ്റുവേഷനിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അത് ഇവർക്ക് പാർട്ടിക്ക് വലിയ ഒരു തിരിച്ചടിയാവും. ബൈ ചാൻസിൽ എന്റെ രൂപമാണ് ചിലപ്പോൾ അവൻ ചെന്നിട്ട് 2 വർഷം കൂടെ കഴിഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് വേറൊരു പാർട്ടിയുടെ യൂണിറ്റ് തുടങ്ങുമോ. എക്സാമ്പിൾ KSO അല്ലെങ്കിൽ ABVP അങ്ങനെ ഒരു യൂണിറ്റ് യവനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാ കുട്ടികളും യവൻ പറയുന്നതിലോട്ട് അങ്ങ് ചുരുങ്ങും. അത് സിദ്ധാർത്ഥനിലോട്ട് ചുരുങ്ങും എല്ലാ കുട്ടികളും. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമോ അതും കൂടെ ചിലപ്പോൾ അവർക്ക് ഭയപ്പെട്ട് കാണണം. ഈ മുതിർന്ന നേതാവ് ഉൾപ്പെടെ ഭയപ്പെട്ട് കാണണം. പിന്നെ അവന്റെ കൂടെയുള്ള അസൂയകൾ, അവന്റെ ബാക്കിയുള്ള കുട്ടികളുടെ സ്വീകാര്യത, അതെല്ലാം കൂടെ ചേർന്ന ഗൂഢാലോചന തന്നെയാണ്. ഈ നല്ല രീതിയിൽ അവർ ഭംഗിയായിട്ട് ഈ പറയും പോലെ എന്ത് ട്രെയിനിങ് കിട്ടിയ, നല്ല രീതിയിൽ ട്രെയിനിങ് കിട്ടിയ ഒരു താലിബാനോ അല്ലെ മാവോയിസ്റ്റോ ആ രീതിയിൽ കിട്ടിയ താലിബാനാണെങ്കിൽ എത്ര ഭേദമായിരുന്നു. അവർ കൂടുതൽ പറഞ്ഞ വെടിവെച്ച് കൊന്നുകളയും അപ്പോഴേ തന്നെ, അല്ലെങ്കിൽ വെട്ടിക്കൊന്നുകളയും 1 മണിക്കൂർ കൊണ്ടും കഴിയും. ഇത് മാവോയിസ്റ്റിന്റെ അതേ രീതിയിൽ നല്ല രീതിയിൽ ട്രെയിനിങ് കിട്ടിയ രീതിയിൽ ചെയ്യണമെങ്കിൽ
സാധാരണ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റില്ല. ഇവരെ പോലെ തീവ്രവാദി സംഘടനയ്ക്ക് ട്രെയിനിങ് കിട്ടിയ തീവ്രവാദി സംഘടനയ്ക്ക് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കേൾക്കുമ്പോൾ ഈ കാലാപ്പാനിയിലൊക്കെ ഈ സ്വാതന്ത്ര്യത്തിന് മുമ്പ് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ കേൾക്കേണ്ടി വന്ന കൊടും ഭീകരതയാണ് ഓർമ്മ വരുന്നത്. അതിന് സമാനമായ രീതിയിൽ നഗ്നനായി വന്ന് എല്ലാ ദിവസവും 2 നേരം ഒപ്പിടണം ഒരു വിദ്യാർത്ഥി എന്നൊക്കെ ഒരു കോളേജ് നേതാവ് അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. എന്നിട്ട് അത് നമ്മുടെ ജനാധിപത്യ കേരളത്തിൽ 8 മാസം നടപ്പിലായി എന്നുള്ളതാണ്. ആരും ഇതിന് പ്രതിഷേധിച്ചില്ല, പ്രതികരിച്ചില്ല. കുട്ടികളെല്ലാം ഭയന്നു. അങ്ങനെ ഭയത്തിൻ്റെ മുൾമുനയിൽ ഒരു ക്യാമ്പസിനെ മുഴുവൻ നിർത്താൻ ഈ നേതാക്കൾക്ക് കഴിയുന്നു. അല്ലെങ്കിൽ ഇവരെ നേതാക്കളെന്നാണോ വിളിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു പക്ഷേ ഒരു പ്രൈം ഡിബേറ്റ് ആയതുകൊണ്ട് ഞാൻ അത്തരം വാക്കുകളിലേക്ക് പോകുന്നില്ല. പക്ഷേ അങ്ങനെ അതിക്രൂരമായ ഈ നിലപാടുകൾ ഇത് ഒരു അധ്യാപകനും അറിഞ്ഞില്ല. ഇപ്പോൾ ഈ കുട്ടികളിൽ ചിലർ പ്രതികളായപ്പോൾ അവരെ രക്ഷിക്കാനെത്തുന്നതിൽ ചില ഉന്നതരും ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അവരവരുടെ മക്കളെ രക്ഷിച്ചെടുക്കാനൊക്കെയുള്ള നീക്കം പിന്നാമ്പുറത്ത് തകൃതിയായി നടക്കുകയാണ് അല്ലേ ജയപ്രകാശ്? ഉറപ്പായിട്ടും അവര് പ്രതികളുടെ എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും വളരെ ചെറുതല്ല. ഈ പ്രതികളായിട്ടുള്ള പകുതി കൂടുതലുള്ളവരും വളരെ ഹൈ ക്ലാസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതാണ്. അവർക്ക് മണി പവർ ആയിട്ടായിരുന്നാലും മസിൽ പവർ ആയിരുന്നെങ്കിലും പൊളിറ്റിക്കൽ പവർ ആയിരുന്നാലും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ ആ രീതിയിലുള്ള ഒഫീഷ്യൽ പവർ ആയിരുന്നെങ്കിലും നല്ല രീതിയിലുള്ള പവർ ഉള്ളവരാണ്. ഞാൻ ഒരു പുഴുവ ആ കണക്ക് നോക്കുകയാണെങ്കിൽ എനിക്കൊന്നും അവരെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ശരിക്കും ഒരു പുഴുവാണ് ഞാനും. പക്ഷേ അതുകൊണ്ട് എനിക്ക് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റും. കാരണം അവർ സംരക്ഷിക്കുന്നത് വലിയ വലിയ നേതാക്കന്മാരാണ്. എന്താ നേതാക്കന്മാർ? ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരാ. തുറന്നു പറയുന്നത് എനിക്ക് കുഴപ്പമില്ല, അവർക്കാണല്ലോ അത്യാവശ്യം. പിന്നെ ഇത്രയും ദിവസം താങ്കൾ ചോദിച്ചു ഇത്രയും ക്രൂരത നടന്നിട്ട് അവിടെ നിന്നൊരു വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ അധ്യാപകരോ പോലും അറിഞ്ഞില്ല എന്നുള്ളത്. അധ്യാപകർക്കും എല്ലാവർക്കും അറിയാം, ഡീനിനറിയാം, നല്ല രീതിയിൽ അറിയാം. ആദ്യത്തെ ഡീൻ നാരായണൻ അറിയാം. അവർക്കെല്ലാം ഡീനും നാരായണനും ഈ കുട്ടികളെല്ലാം കൂടെ കേട്ടിട്ടില്ലേ? ചിയേഴ്സ് കമ്പനിയായിരുന്നു അവർ തമ്മിലുള്ള ഈ സീനിയേഴ്സ് എല്ലാം. എല്ലാ ദിവസവും ഈ കാര്യങ്ങളെല്ലാം ഈ ഡീന് കണ്ടുകൊണ്ടിരിക്കുകയാണ്, രസിച്ചുകൊണ്ട് പോവുകയാണ്. അതിന്റെ വ്യക്തമായിട്ടുള്ള തെളിവുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അവസാനം അവർക്ക് കയ്യബദ്ധം പറ്റിപ്പോയി ഇങ്ങനെ കൊല്ലപ്പെട്ടപ്പോഴല്ലോ ആണല്ലോ അവർക്ക് കയ്യിൽ നിന്ന് വിട്ടുപോയത്. ആ കോളേജിലെല്ലാം ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഡീനിന്റെതും പങ്കും അവിടുത്തെ അസിസ്റ്റന്റ് വാർഡൻ കാന്തനാഥന്റെ പങ്കും എല്ലാം ക്ലിയർ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുക. അവർക്ക് അറിയാന്നുള്ള കാര്യമാണല്ലോ. അവർക്ക് എന്തുകൊണ്ട് ആ സമയത്ത് പുറത്തുകൊണ്ട് 8 മാസം കൊണ്ട് നടന്നില്ല എന്ന് പറയുന്നത് കേരളത്തിലുള്ള ഏതെങ്കിലും കൊച്ചുകുട്ടികൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ സാർ? അതൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കൊച്ചുകുട്ടിക്ക് വിശ്വസിക്കാൻ പറ്റുമോ? 8 മാസം കൊണ്ട് 3 ദിവസമായിട്ട് ക്രൂരമായിട്ട് നടക്കുന്നത്. ഇനി എങ്ങനെയുള്ള ഒരു പ്രതിഷേധം വേണം നമുക്ക് ശ്രീ ജയപ്രകാശ് ഈ വസ്തുതകൾ പുറത്തു കൊണ്ടുവരുവാൻ? ഒരു കൃത്യമായ അന്വേഷണം തുടർന്ന് നടപ്പിൽ പുറത്തു കൊണ്ടുവരാനായിട്ട് ഈ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുക. ഏത് അന്വേഷണം നടക്കണമെങ്കിലും അല്ലെങ്കിൽ അതിനുവേണ്ടി മുന്നിട്ടിറങ്ങുമ്പോഴും ഈ സർക്കാർ അതിനെ അട്ടിമറിച്ചുകൊണ്ടിരിക്കുക. ആദ്യം മുതൽ അട്ടിമറിക്കുന്നു. ഒരു പോലീസ് അന്വേഷണം മര്യാദയ്ക്ക് നടത്തിക്കൊണ്ടിരുന്ന പോലീസ് അന്വേഷണം അവർ അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തി. അത് കഴിഞ്ഞ് CBI അന്വേഷണം അവർ അട്ടിമറിക്കാൻ നോക്കി. കണ്ടില്ലേ ഈ എന്ത് ഞാൻ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അവർ അവിടെ നിന്ന് അതിന്റെ അപ്പുറത്തും തടയിട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ എനിക്ക് തെരുവിൽ ഇറങ്ങിയേ പറ്റുള്ളൂ. അത് ഉറപ്പാണല്ലോ. ജയപ്രകാശ് മുന്നോട്ട് ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ഇത് വെറും ഒരു ആത്മഹത്യയായി അവർ എഴുതി തള്ളിയേനെ. ഉറപ്പായിട്ട് തള്ളുമല്ലോ. ആത്മഹത്യയാണ്, ഇതൊരു കുഴപ്പമില്ല, കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് വൈത്തിരിയിലെ SI മണി എന്റെ ബന്ധുക്കളോട് പറഞ്ഞല്ലോ. പോസ്റ്റ്മോർട്ടം ടേബിളിൽ കിടത്തുമ്പോഴേ എന്റെ മകന്റെ പോസ്റ്റ്മോർട്ടം ടേബിളിൽ കിടത്തിയപ്പോഴേ അവരൊരു സംശയങ്ങൾ ഉന്നയിച്ചു. ഇവിടെ കുറച്ച് പാടുണ്ടല്ലോ, അവർക്കൊന്നും ഇതൊന്നും വലിയ പരിചയമുള്ള കാര്യമല്ല, ഇതൊന്നും വലിയ ശീലിച്ചിട്ടുള്ള കാര്യമല്ല. നമ്മളൊക്കെ സാധാരണ അല്ലെങ്കിൽ ഒരു പോസ്റ്റ്മോർട്ടം കണ്ട് ഒരു ടേബിളിൽ കിടക്കുന്ന ഒരു ബോഡി കണ്ട് ശീലിച്ചിട്ടുള്ളതല്ല. എന്നാൽ പോലും അതിലൊരു സംശയം കൊണ്ട് ചോദിച്ചു. വൈത്തിരി പോലീസിന്റെ മണിയുണ്ടോ ചോദിച്ചു. ഇത് ഇവിടെ പാടുണ്ടല്ലോ, ഇവിടെ ദേഹത്ത് മുറിവുകൾ തോന്നുന്നു, ചതവ് തോന്നുന്നു, കഴുത്തിൽ പാട് തോന്നുന്നു. അദ്ദേഹം മുൻവിധിയോടുകൂടെ അപ്പോഴും തന്നെ പറഞ്ഞു, ഇതൊന്നും പേടിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ സംശയിക്കേണ്ട കാര്യമില്ല. ഡീനും ഈ വൈത്തിരി പോലീസ് വൈത്തിരി SI പറഞ്ഞു, ഒന്നുകൊണ്ട് സംശയിക്കേണ്ട കാര്യമില്ല, ഇത് തൂങ്ങി മരണം തന്നെയാണ്. തൂങ്ങി മരിക്കുമ്പോഴേ ഈ ചതവൊക്കെ സാധാരണ വരും, അല്ലെങ്കിൽ ഈ ഒരു പാടൊക്കെ സാധാരണ വരും. അപ്പൊ എന്തുകൊണ്ട് ഈ പറയുമ്പോൾ ഈ അന്വേഷണം അദ്ദേഹത്തിനോട് എത്തിയില്ല? അദ്ദേഹത്തിന് എങ്ങനെയാണ് ഈ മുൻവിധി കിട്ടിയത്? അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഈ തെരുവിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാലേ ഇത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഞാനും എന്റെ കുടുംബം മാത്രമല്ല, നമ്മളെ കുടുംബാംഗങ്ങൾ ഒരുപാട് പേരുണ്ട്. അല്ല എന്റെ മാത്രം കഴിവുണ്ടല്ല, പ്രത്യേകിച്ച് ഈ ബാക്കിയുള്ള മീഡിയ ഉൾപ്പെടെ ഞാൻ പറയാം, എല്ലാവരും ഉണ്ട്. രാഷ്ട്രീയക്കാരുമുണ്ട്, കക്ഷി രാഷ്ട്രീയം നോക്കാതെ എന്നെ സഹായിക്കുന്നവരുണ്ട്. മതത്തിലുള്ള
ഉണ്ട്, പല സംഘടനകളുണ്ട്. ആരും ഒരു രാഷ്ട്രീയ ലാഭവും നോക്കാതെ അല്ലെങ്കിൽ ഒരു ലാഭവും നോക്കാതെ എന്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിൽ മുന്നിട്ടിറങ്ങുമ്പോൾ എനിക്കൊരു ധൈര്യവും. ഇവർ അട്ടിമറിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും, ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞ തെരുവിൽ ഇറങ്ങിയിരിക്കും. ഈ കാര്യങ്ങളല്ല, പെൺകുട്ടി ഉൾപ്പെടെയുള്ള കേസ് അവരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്നുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഞാൻ തെരുവിലിറങ്ങും. ശ്രീ ജയചന്ദ്രൻ,